റേഡിയോ മലയാളം 98.6 FM-ൽ ഫേസ്ബുക്ക് ലൈവിന്റെ കൂടെ തന്നെ ലൈവായിട്ട് നമ്മുടെ റേഡിയോയിലൂടെയും അപ്ഡേറ്റ്സ് എല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഡെഫിനറ്റ്ലി നമുക്കെല്ലാം അറിയാം, ഖത്തറിലെ ഫെസ്റ്റിവൽ സീസൺ അതിന്റെ പീക്ക് ലെവലിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് ഡിസംബർ 12 ചാമ്പ് ലൂബ്രിക്കൻസ് മഞ്ഞണി പൂനിലാവ് ഇൻ അസോസിയേഷൻ വിത്ത് റേഡിയോ മലയാളം 98.6 FM അരങ്ങേറുകയാണ്. സോ ഈ ഒരു പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് 2 സ്പെഷ്യൽ ഗസ്റ്റുകൾ തന്നെയാണ് നമ്മുടെ സ്റ്റുഡിയോയിൽ ജോയിൻ ചെയ്യുന്നത്. കുറച്ചു നേരം മുമ്പ് നമ്മൾ ശ്വേതാ മോഹൻ അതുപോലെ തന്നെ നമ്മുടെ ജോൾസ്ന ഇവർ രണ്ടുപേരുടെയും പാട്ട് വിശേഷങ്ങളൊക്കെ അറിഞ്ഞു. ദോഹയിൽ വന്നതിന്റെ ആ ഒരു എക്സൈറ്റ്മെന്റിനെ കുറിച്ച് രണ്ടുപേരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട 2 ഗായകർ, ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ എം ജയചന്ദ്രൻ സാറിന്റെ സംഗീത ജീവിതത്തിൽ ഒരു ചലച്ചിത്ര സംഗീത സംവിധായകൻ എന്നുള്ള രീതിയിൽ 25 വർഷം അദ്ദേഹം പൂർത്തിയാക്കാൻ പോവുകയാണ്. അതിന്റെ നിറവിലെ ആദ്യത്തെ ആഘോഷം എന്ന് പറയുന്നത് ഖത്തറിന്റെ മണ്ണിലാണ്. അപ്പോൾ അതിൽ നമ്മളെല്ലാവരും ഇങ്ങനെ ആ ഒരു നിമിഷത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പോൾ അതിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ പ്രിയപ്പെട്ട ഗായകരൊക്കെ കടൽ കടന്നത് നമ്മുടെ ഖത്തറിന്റെ മണ്ണിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പോൾ അവരിൽ ചിലരുടെ വിശേഷങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞു. എം ജയചന്ദ്രൻ സാറിന്റെ ഈണത്തിൽ പാടിയിട്ടുള്ള മനോഹരമായ പാട്ടുകൾ പാടിയിട്ടുള്ള നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഗായകർ തന്നെയാണ്. അവരിൽ 2 പേർ ഇതാ ഇപ്പോൾ നമ്മളോടൊപ്പം ഉണ്ട്. റിജാസിനൊപ്പവും പാർവതിയോടൊപ്പം ഉണ്ട്. ആരൊക്കെയാണ് പാർവതി? Yes, the one and only Vijay Eshdas and Virat Kohli അതേ മുഖച്ഛായുള്ള നമ്മുടെ സ്വന്തം സിംഗർ കാർത്തിക്. രണ്ടുപേരെക്കുറിച്ചും പ്രത്യേകിച്ച് ഇൻട്രൊഡക്ഷന്റെ കാര്യമൊന്നുമില്ല. നമ്മൾ മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആൾക്കാർ തന്നെയാണ്. പേരുകൾ പറഞ്ഞാൽ മാത്രം മതി അല്ലെ? അപ്പൊ ഹൃദയപൂർവ്വം തന്നെ സ്വാഗതം ചെയ്യാം. ആദ്യം വിജയിന്റെ അടുത്ത് ഈ ഒരു കോംപ്ലിമെന്റിനെ കുറിച്ച് ചോദിച്ചിട്ട് തന്നെ തുടങ്ങാം. എപ്പോഴും കൊല്ലാം നമുക്ക് അവരെ. എന്താണ് കാർത്തിക് എന്ന് ആദ്യം പേര് പറഞ്ഞിട്ട് മതിയായിരുന്നു എന്നാണ് വിരാട് കോഹ്ലിയുടെ പേര് പറഞ്ഞത്. സഡനായിട്ട് അവർ വിചാരിച്ചു വിജയ് യേശുദാസിനൊപ്പം വിരാട് കോഹ്ലി എന്നാണ് അവര് കേൾക്കുന്നത്. കറക്റ്റ് മച്ചാ, വിരാട് കോഹ്ലി ഇപ്പോഴാണ് പോയി എന്നാ താടിയൊക്കെ നന്നായി നീറ്റായിട്ട് ഒന്ന് ട്രിം ചെയ്ത് വന്നു. അപ്പത്തേക്കും നല്ലൊരു കോംപ്ലിമെന്റ് കൊടുത്തതിന് വളരെ നന്ദി. I think it's worth going to the salon at least. See, I should have also gone. അപ്പൊ ഇന്ന് രാവിലെ ഖത്തറിൽ എത്തിയിരിക്കുകയാണ്. എങ്ങനെയുണ്ടായിരുന്നു യാത്രയൊക്കെ? എങ്ങനെയുണ്ടായിരുന്നു യാത്രയൊക്കെ? വളരെ സുഖമായിരുന്നു. ഞങ്ങൾ ഇന്ന് രാവിലെ എത്തിയത്. എൻ്റെ അത് കഴിഞ്ഞ് വന്ന് റെസ്റ്റ് ചെയ്തിട്ട് നേരെ റിഹേഴ്സലിലേക്ക് പോയി. റിഹേഴ്സലിൽ നിന്ന് ഇറങ്ങി ഒന്ന് റെസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചപ്പോഴാണ് നിങ്ങൾ ഇങ്ങോട്ട് വിളിച്ചത്. അപ്പോൾ ഇവിടെ ഇനി നിങ്ങളുടെ അടുത്ത് കുറച്ചു നേരം സംസാരിച്ചിട്ട് വേണം ഞങ്ങൾ പോയി റെസ്റ്റ് ചെയ്യാൻ. വിജയെ സംബന്ധിച്ചിടത്തോളം ഖത്തർ എന്ന് പറയുന്നത് ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഒരു സ്ഥലം തന്നെയാണ്. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ ഇടയ്ക്കിടയ്ക്ക് വരുന്ന ആളാണ്. നമ്മുടെ ഖത്തർ മലയാളികളുടെ സ്നേഹമൊക്കെ അറിഞ്ഞിട്ടുള്ള ആളാണ്. എങ്ങനെയുണ്ട് നമ്മുടെ? തീർച്ചയായും കഴിഞ്ഞ പ്രാവശ്യം മലയാളികളും തമിഴരുടെ ഒക്കെ സ്നേഹം അറിഞ്ഞു സൈമ അവാർഡ്സിന് വന്നപ്പോൾ. അതിനു മുമ്പ് വേറൊരു ഫംഗ്ഷന് ഞാനും ഐ തിങ്ക് റിമി ഒക്കെ ഉണ്ടായിരുന്നു, ദുൽഖർ ഉണ്ടായിരുന്നു. ഒരു അതേ വെന്യൂ തന്നെ ആയിരുന്നു അതും. സോ തീർച്ചയായിട്ടും 2 പ്രാവശ്യം അങ്ങനെ അടുപ്പിച്ച് കഴിഞ്ഞ ഒരു വർഷത്തിൽ തന്നെ വന്നതിൽ വളരെ സന്തോഷമുണ്ട്. പിന്നെയും എന്താണ് ജയേട്ടൻ്റെ കൂടെ ഈ ഒരു 25ാമത്തെ വർഷം ആഘോഷിക്കാൻ എത്തിയത് വളരെ സന്തോഷമുണ്ട്. അതും കാർത്തിക്, ജ്യോത്സ്ന, ശ്വേത, ഞങ്ങൾ 4 പേരും ആക്ച്വലി ഒരുമിച്ച് ഇങ്ങനെ ഒരു സ്റ്റേജിൽ വന്നിട്ട് കുറേ നാളായി. സോ അതുകൊണ്ട് സന്തോഷമുണ്ട്. കാർത്തിക്, എങ്ങനെയാണ് ദോഹയിലെ ഒരു എക്സ്പീരിയൻസ്, ഖത്തറിന്റെ എക്സ്പീരിയൻസ്? ഇത് ഐ തിങ്ക് ഇറ്റ്സ് മൈ 2nd or 3rd ഷോ ആൻഡ് coming after a few years ഇവിടെ ഖത്തർക്ക്. excited one of my favorite composers MJ sir, പിന്നെ some of my really favorite co-artists, singers, so it's a lot of fun. നാളെ അടിച്ചുപൊളി പാട്ടുകളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ 100% എല്ലാത്തരം പാട്ടുകളും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു മ്യൂസിക് ഷോ ആണ്. പ്രത്യേകിച്ച് പഴയ ഗാനങ്ങളായാലും ഇപ്പോഴത്തെ തലമുറയുടെ ഗാനങ്ങളായാലും മാപ്പിള പാട്ടുകളായാലും അങ്ങനെ എല്ലാത്തരം പാട്ടുകളും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു പ്രോഗ്രാം തന്നെയാണല്ലേ നാളെ? ജേട്ടൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ജേട്ടൻ്റെ പ്രോഗ്രാം ആണെങ്കിലും ജേട്ടൻ്റെ സെലിബ്രേഷൻ ആണെങ്കിലും പൊതുവെ ജേട്ടൻ്റെ പാട്ടുകൾ വളരെ കുറവായിരിക്കും. ആൻഡ് മൊത്തത്തിൽ പോപ്പുലർ ആയിട്ടുള്ള നമ്മുടെ ആയാലും അല്ലെങ്കിൽ അല്ലാത്ത ഹിറ്റായിട്ടുള്ള ഗാനങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ചെയ്യുന്നത് പ്രോഗ്രാം. സോ ഇപ്പോൾ ഞങ്ങൾ തന്നെ ഇൻഫാക്ട് കുറച്ചൊന്ന് പുഷ് ചെയ്തിട്ടാണ് ചേട്ടൻ്റെ പാട്ടുകളിലൊക്കെ ഒരു സെഗ്മെന്റ് ഒക്കെ തന്നെ എന്താണ് അറ്റ്ലീസ്റ്റ് ചെയ്യണം എന്നുള്ളതുകൊണ്ട് അങ്ങനെ ഉണ്ട്. ആൻഡ് സോ ഓൾ ടൈപ്സ് ഓഫ് സോങ്സ് ദെയർ, ഹിസ് മെലഡീസ്, ഫാസ്റ്റ് നമ്പേഴ്സ് ആൻഡ് അല്ലാണ്ടുള്ള ഞങ്ങളുടെ ഹിറ്റ്സും ഞങ്ങൾ പാടാൻ പുഷ് ചെയ്തുകൊണ്ടിരിക്കുന്ന തന്നെ ചേട്ടനാണ്. സോ വിൽ ഇറ്റ്സ് ഗോണ ബി ഗുഡ് സെറ്റ് ഓഫ് സോങ്സ് നാളെ, ഫ്രം മെലഡീസ് ടു അടിപൊളി എല്ലാം. യെസ്, കാർത്തികിന്റെ അടുത്തേക്ക് വരികയാണെങ്കിൽ ഈ തമിഴിൽ മാത്രമല്ല കുറേയധികം ഭാഷകളിൽ പാടിയിട്ടുണ്ട്. മലയാളം ആക്ച്വലി പഠിക്കാൻ ഭയങ്കര ടഫ് ആയിട്ടുള്ള ലാംഗ്വേജ് ആണെന്ന് പറയാം.
ആൻഡ് മലയാളികളായിട്ടുള്ള കുറെ ഫ്രണ്ട്സും ഉണ്ട്. ഇപ്പൊ വിജയിനെ പോലെ കുറെ നോട്ടി ആയിട്ടുള്ള കുറെ ഫ്രണ്ട്സും ഉണ്ട്. സോ ഇവർ എന്തൊക്കെയാണ് അല്ലെ I am a lookalike of Virat Kohli. And I am naughty. അതെ, ഒരു പാവം കുട്ടിയാണ്. അപ്പൊ naughty but പാവം കുട്ടി. You understand? അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് ഇവര് മലയാളം പഠിപ്പിച്ചു തരുവാന്ന് പറഞ്ഞിട്ട് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്? പാടിയാണോ മലയാളം പഠിച്ചത്? അതെ, എന്റെ ഫസ്റ്റ് സോങ് മലയാളം സോങ് ഇസ് അകലെ. MJ ചന്ദ്രൻ സാറിന്റെ ഒരു ഐ റിയലി ഓ ഇറ്റ് ടു ഹിം. பிகாஸ் நான் மலையாளத்தில் பாடுவேன் நான் நினச்சி கூட பார்க்கல. பட் அந்த ஒரு பாட்டில் ஆ ஒரு ரெக்கார்டிங் வாஸ் pretty interesting. I want to tell you today actually. Remember at some point I said I'll keep it short. അപ്പോൾ ഫസ്റ്റ് റെക്കോർഡിംഗ് ആണ്. അത് ഇൻചാർജ് വിളിച്ചു. സോ മലയാള പാട്ട് ഞാൻ പറഞ്ഞു മലയാളമാണ്, ഇറ്റ് എനിവേ ഗെറ്റ് റിജക്റ്റഡ്, വൈ ഷുഡ് ഐ ഈവൻ കം. അപ്പോൾ അവർ പറഞ്ഞു ഇല്ല ജസ്റ്റ് കം ആൻഡ് ട്രൈ. അപ്പോൾ ഞാൻ സ്റ്റുഡിയോ പോയി എഴുതി അകലെ അകലെ ആരോ പാടും എല്ലാം എഴുതി മുടിച്ച്. അപ്പോൾ then MJ sir said can you just read the lyrics for me. So ഞാൻ ഹിന്ദിയിൽ എഴുതും. I said അകലെ അല്ല, ഓക്കെ അകലെ അല്ല. Okay, my first confusion started there in the first word. So he said it's in between ka and ga. Yeah, I was thinking because in Hindi you either write ka or you write ga. What is in between ka and ga? Agale alla agale അല്ല. So this went on for some time, you know. I still remember our first Pallavi I took about ഒരു half an hour pronunciation from the to get the words right. After everything fell in place. So that was such a ഒരു എന്താ പറയുക, it just opened out ഒരു പുതിയ audience for me, a new world, you know, because that song is such a beautiful song. And then I think Malayalam is difficult for a non-Malayali, but I think I've been very lucky. മലയാളം ഇസ് ഡിഫിക്കൽട്ട് ഈവൻ ഫോർ എ മലയാളി സംടൈംസ്. എന്നുവെച്ചാൽ നമ്മൾ പാട്ടിൽ പാടുന്നതും നമ്മൾ അല്ലാണ്ട് സംസാരിക്കുന്നതും വലിയ വ്യത്യാസമുണ്ട്. കവിതയും അത് ഐ തിങ്ക് ഈവൻ തമിഴിലും കുറേയൊക്കെ ഇപ്പോൾ വൈരമുത്തു സാറൊക്കെ എഴുതുന്ന തമിഴൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മൾ സാധാരണ തമിഴിൽ സംസാരിക്കുന്നത് വെച്ചിട്ടും അതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. വൈരമുത്തു, വാലി അവരൊക്കെ അങ്ങനത്തെ ഞാൻ പറഞ്ഞ ഇപ്പോഴുള്ള ചില ലിറിക്സ് ഒക്കെ. അതുപോലെ തന്നെ മലയാളത്തിൽ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഈ പറയുന്ന തമിഴനായിട്ടുള്ള കാർത്തിക്കിനെ തന്നെ ഫസ്റ്റ് സോങ് ആയതുകൊണ്ട്. പക്ഷെ കോലക്കുഴൽ തൊട്ട് ഇന്ന് വരെയുള്ള പ്രൊനൗൺസിയേഷനിൽ എന്നെ ഇപ്പോഴും എന്താണ് പിഴിഞ്ഞോണ്ടിരിക്കുന്ന MJC. അതുകൊണ്ട് പ്രൊനൗൺസിയേഷൻ തെറ്റിയതുകൊണ്ട് അല്ലെങ്കിൽ അത് പക്ഷെ ദാറ്റ്സ് ഹൗ ഹി ഡസ് ഇറ്റ്. ആൻഡ് ഇൻഫാക്ട് എന്റെ കോലക്കുഴൽ അല്ലെങ്കിൽ അതിന് മുമ്പുള്ള ചില പാട്ടുകളൊക്കെ പാടിയിട്ടുള്ള സമയം തൊട്ട് തന്നെ ഹീസ് ബിൻ ദാറ്റ് പേഴ്സൺ ഹൂസ് റിയലി ഫോക്കസ്ഡ് ഓൺ ദാറ്റ് ഓൾസോ. അതിൽ ശരിക്കും നമ്മളെ കറക്റ്റ് ചെയ്ത് മോൾഡ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അതൊരു നല്ല പോയിന്റ് ആണ്. MJ സാർ അത് ഈസ് വെരി പർട്ടിക്കുലർ അബൌട്ട് ഹൗ എവറി വേർഡ് ഇസ് ബീങ് സ്പെൽഡ്. അതിന്റെ ഒരു അതിന്റെ ഒരു ഔട്ട്കം ഒന്നുണ്ട്. കുറെയൊക്കെ മലയാളം ആക്സെന്റ് ബിക്കമിങ് നേരത്തെ ഫസ്റ്റ് 7 years പിന്നെ കോലകൾ കഴിഞ്ഞിട്ടുള്ള 7 years അല്ലെങ്കിൽ ടിൽ നൗ എന്ന് പറയുകയാണെങ്കിൽ അതിന്റെ ഒക്കെ മെയിൻ ഒരു part goes to him for improving my pronunciation. തീർച്ചയായിട്ടും. അപ്പോൾ രണ്ടുപേർക്കും ഒരുപാട് ആശംസകളൊക്കെ പറഞ്ഞിട്ടുണ്ട്, മെസ്സേജുകളൊക്കെ വന്നിട്ടുണ്ട്. സീന അഹമ്മദിന്റെ മെസ്സേജ് ഉണ്ട്, അതുപോലെ തന്നെ സന്തോഷ് മുണ്ടോൾ ഈ വിരാട് കോഹ്ലിന്ന് വിളിച്ചത് വളരെയധികം ഇഷ്ടപ്പെട്ടുകൊണ്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട് കേട്ടോ. വിരാട് കോഹ്ലി വേറൊരു കാര്യം he is a good cricketer. He has played cricket in college and all that. Double happy actually. അതുപോലെ തന്നെ മനീഷ് ഗോപൻ യുവ അവാർഡ്സിനായിരുന്നു വിജയ് നേരത്തെ വന്നിരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് ഉണ്ട്. ഖത്തറിലുള്ള ഓരോരുത്തർക്കും അറിയാം. പിന്നെ സതീശൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി മെസ്സേജുകളൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ വിജയിയെ കുറിച്ച് പറയാനാണെന്നുണ്ടെങ്കിൽ സിനിമയിൽ ഇപ്പോൾ അടുത്ത വർഷം ആകുമ്പോൾ ചലച്ചിത്ര ഗായകൻ എന്നുള്ള രീതിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 20 വർഷം തികയ്ക്കുകയാണ്. 2000 ജനുവരി 1 ആദ്യമായിട്ട് എന്താണ് ഒരു ഫുൾ ലെങ്ത് പാട്ട് പാടിയ ഒരു സിനിമ റിലീസ് ആവുന്നത് മില്ലേനിയം സ്റ്റാർസ്. അങ്ങനെ വരുമ്പോ 20 വർഷം തികയാണ് കേട്ടോ. അടുത്ത അതിന്റെ സന്തോഷത്തിന് വിജയ് ഒരു പാട്ട് പാടുന്നതായിരിക്കും തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും അതൊരു 2000-ലായിരുന്നു മില്ലേനിയം സ്റ്റാർസ്. മില്ലേനിയത്തില് നമുക്ക് കിട്ടിയ ഒരു 2000 കിട്ടിയ ഒരു മണിമുത്തായിരുന്നു വിജയ് യേശുദാസ്. മണിമുത്താണ്. പക്ഷെ അതിനു മുമ്പ് ഒരു കുട്ടിയായിരുന്ന സമയത്ത് ഒരു ശ്ലോകം ആലപിച്ചിട്ടുണ്ട്, ഇടനാഴിയിൽ ഒരു കാലശ, നമ്മുടെ ദക്ഷിണാമൂർത്തി സ്വാമിയുടെ ഈണത്തില്. അതെങ്ങനെയായിരുന്നു? അതാണ് തുടക്കം എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അതൊരു ചൈൽഡ് വോയിസ്, ഒരു ജസ്റ്റ് ഒരു എന്താ പറയുക ശ്ലോകം 7 വയസ്സ് 8 വയസ്സിലങ്ങോട്ട് റെക്കോർഡ് ചെയ്തതാണത്. ഒരു ആഗ്രഹമായിരുന്നോ മകനെ? എന്താണ് അത് അങ്ങനെ നടന്നു എന്നേ ഉള്ളൂ. അതും ദക്ഷിണാമൂർത്തി സ്വാമിയാണ്
അപ്പയുടെ അപ്പച്ചനെ അതെ. പാടിപ്പിച്ചിട്ടുള്ളത് ഡ്രാമയിലും അതുപോലെ സിനിമയിലും. അതെ. ആൻഡ് പിന്നെ അപ്പനെ പഠിപ്പിച്ചു കുറേ പാട്ടുകൾ. അതെ. ആൻഡ് ദക്ഷിണാമൂർത്തി സ്വാമിയുടെ കാര്യം പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ അപ്പയുടെ വളർച്ചയിൽ ഈ പറഞ്ഞ പോലെ സംഗീതത്തിൽ പാട്ട് പറഞ്ഞു കൊടുത്ത് അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ഒക്കെ ശരിക്കും മോൾഡ് ചെയ്ത് കൊണ്ടുവന്ന ഒരു മ്യൂസിക് ഡയറക്ടർ എപ്പോഴും അപ്പ പറയും ദക്ഷിണാമൂർത്തി സ്വാമിയാണെന്ന്. തീർച്ചയായിട്ടും. അപ്പോൾ അത് കഴിഞ്ഞ് എന്നെ പഠിപ്പിച്ചു. അപ്പോൾ 3 ജനറേഷൻ പഠിപ്പിച്ചു. ഇപ്പോൾ സേതു അയാൾ എന്ന് പറഞ്ഞിട്ട് ഒരു ഡയറക്ടർ, ലോഹിതദാസ് സാറിന്റെ ആർട്ട് ഡയറക്ടർ ആയിരുന്നു. ഇപ്പൊ പുള്ളിയുടെ ഒരു പടത്തില് YG മഹേന്ദ്രൻ എന്ന് പറഞ്ഞ പുള്ളി അഭിനയിക്കുന്ന ഒരു പടം, അതിൽ അപ്പ പാടിയിട്ടുണ്ട്, ഞാൻ പാടിയിട്ടുണ്ട്, എന്റെ മോള് ഒരു ശ്ലോകം പാടിയിട്ടുണ്ട്. സോ 4th ജനറേഷനും ദക്ഷിണാമൂർത്തി സ്വാമിയാണ് അതിന്റെ മ്യൂസിക്. അത് ഞാൻ ഒരു പാട്ട് റെക്കോർഡ് ചെയ്ത് എന്നിട്ട് എന്റെ ഫോണിൽ ഞാനത് റെക്കോർഡ് ചെയ്തു. അമ്മയ്ക്ക് പഠിക്കാനുള്ള ശ്ലോകം ഞാൻ റെക്കോർഡ് ചെയ്തു. എന്നിട്ട് എന്റെ സോങ് റെക്കോർഡ് ചെയ്തു, അപ്പയുടെ ഒക്കെ സോങ് റെക്കോർഡ് ചെയ്ത് ഒരു 2 മാസം കഴിഞ്ഞപ്പോഴത്തേക്കാണ് ദക്ഷിണാമൂർത്തി സ്വാമി എന്താണ് നമ്മളെ വിട്ടു പോകുന്നത്. പക്ഷെ അപ്പയാണ് പിന്നെ അവളെ ആ പാട്ട് പഠിപ്പിച്ച് പാടുന്ന പോലെയാണ് ആ സീനും, അങ്ങനെയാണ്. സോ അത് അപ്പോൾ അവൾക്കും കൂടെയും ദക്ഷിണാമൂർത്തി സ്വാമിയുടെ മ്യൂസിക്കിൽ പാടാനുള്ള ഇതാണ്. അപ്പോൾ അതിപ്പോൾ ഈ ഉടനെ തിരിച്ചു പോയിട്ട് ആക്ച്വലി 14th ഓഡിയോ ലോഞ്ചാണ് അതിൻ്റെ. സോ അതാണ് അങ്ങനത്തെ ഒരു, അപ്പം അങ്ങനെയാണ് തുടങ്ങിയത് ശരിക്കും പറഞ്ഞാൽ വേണമെങ്കിൽ പറയാം. പക്ഷെ പ്രൊഫഷണൽ ആയിട്ട് ഒരു മെയിൽ വോയിസ് എന്ന് പറഞ്ഞ് തുടങ്ങിയത് 2000 വിദ്യാസാഗർ സാറിന്റെ മിലേനിയം സ്റ്റാർസിൽ. സോ അതിനു മുമ്പ് എനിക്ക് തോന്നുന്നു ഒരു മാപ്പിളപ്പാട്ട് ദാസേട്ടനോടൊപ്പം പാടിയിട്ടുണ്ട്. അങ്ങനെ കുറെ തരങ്ങണിക്ക് വേണ്ടി കുറെ അയ്യപ്പ ഭക്തി ഗാനം, മാപ്പിളപ്പാട്ട്, ക്രിസ്ത്യൻ ഡിവോഷൻ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അവിടെ ഇങ്ങനെ ടെന്നീസ് കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് സ്റ്റുഡിയോയിലേക്ക് മാപ്പിളപ്പാട്ട്. ഞാനല്ല ടെന്നീസ് കളിക്കുന്ന എന്റെ ചേട്ടനായിരുന്നു ആ സമയത്ത്. ഞാൻ വേറെ എന്തെങ്കിലുമൊക്കെ അവിടെ കളിച്ചോണ്ടിരിക്കും. ഞാൻ നോട്ട് ചെയ്തോണ്ടേ അതെനിക്ക് താങ്ങിയതാണെന്ന് സംശയമില്ലതില്ല. ഓക്കെ, നമ്മൾ മലയാളികൾ മാത്രമല്ല കേട്ടോ, കുറേ അധികം തമിഴ് റീജിയനിലുള്ള ആൾക്കാരും കൂടി നമ്മുടെ റേഡിയോ കേൾക്കാറുണ്ട്. സോ ഓഫ് കോഴ്സ് കാർത്തിക് വരുന്ന സമയത്ത് തമിഴിൽ കുറച്ച് കാര്യങ്ങൾ കേൾക്കാനും അതോടൊപ്പം തന്നെ ഒരു കിടിലൻ തമിഴ് പാട്ട് കേൾക്കാനും കൂടി ആൾക്കാർ വെയിറ്റ് ചെയ്തിരിക്കുകയായിരിക്കും. സോ അവരുടെ എന്താണ് ആ വെന്യൂല് വരാൻ പറയൂ. തമിഴും ഹിന്ദിയും മലയാളം എല്ലാം ഒരുമിച്ച് കേൾക്കാന്ന് പറയൂ. എല്ലാം ഉണ്ട്, ഒരു കംപ്ലീറ്റ് പാക്കേജ് തന്നെയായിരിക്കും. യെസ്, തീർച്ചയായിട്ടും നമുക്ക് വെന്യൂലും കൂടി ടിക്കറ്റ്സ് എല്ലാം തന്നെ അവൈലബിൾ ആയിരിക്കും. ഫോം ഖത്തർ അവതരിപ്പിക്കുന്ന ചാമ്പ് ലൂബ്രിക്കൻസ് മഞ്ഞണി പൂനിലാവിന്റെ ടിക്കറ്റ്സ് എല്ലാം തന്നെ നമുക്ക് വെന്യൂലും അവൈലബിൾ ആയിരിക്കും. അൽ അറബി സ്പോർട്സ് ക്ലബ് ഖത്താർ വോളിബോൾ അസോസിയേഷൻ ഇൻഡോർ ഹാളിൽ വെച്ചിട്ടാണ് ഈ ഒരു പ്രോഗ്രാം നടത്തുന്നതും. 25 വർഷങ്ങൾ കംപ്ലീറ്റ് ചെയ്യുന്ന നമ്മുടെ M ജയചന്ദ്രനുള്ള ഒരു ആദരവായിട്ടും കൂടിയാണ് ഈ ഒരു പ്രോഗ്രാം അരങ്ങേറുന്നത്. അപ്പൊ എന്തായാലും ഒരുപാട് പേര് ഒരു 2 വരി പാട്ട് പാടാനൊക്കെ ആവശ്യപ്പെടുന്നുണ്ട്. അപ്പൊ കാർത്തികിനോട് തന്നെയാണ് ഏത് പാട്ടാണ് നമ്മുടെ പ്രിയപ്പെട്ട ലിസണേഴ്സിന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ഫേസ്ബുക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് പാടാൻ പോകുന്നത്? ഓക്കെ, സോ ഐ വിൽ സിംഗ്. ഞാൻ ഒരു മലയാള പാട്ട് പാടാം. ഓക്കെ. ആൻഡ് ഇത് ഒരു എന്താ പറയൂ, ഐ ലവ് ദിസ് സോങ് ആൻഡ് ഇപ്പൊ തന്നെ പഠിച്ചു. And Biju's father has sung, Dasadan has sung this song. It's an old song. ഒരു പുഷ്പം മാത്രമെൻ പൂങ്കുലയിൽ നൃത്താം ഞാൻ, ഒടുവിൽ നീ എത്തുമ്പോൾ ചൂടിക്കുവാൻ. ഒരു ഗാനം മാത്രമെൻ ഹൃദയത്തിൽ സൂക്ഷിക്കാം, ഒടുവിൽ നീ എത്തുമ്പോൾ ചെവിയിൽ മൂളാം. താങ്ക് യു. ഈ മലയാളത്തിൽ പാടുന്നതിന് മുമ്പ് തന്നെ മലയാള സിനിമാ ഗാനങ്ങൾ കേൾക്കുമായിരുന്നോ? അത്രല്ല, എനിക്ക് ഐ ന്യൂ ഓൺലി 2 songs, ഒരു 2 പാട്ട്. ബിക്കോസ് ഞാൻ ചെന്നൈയിലാണ് ബോൺ ബ്രോഡ് ചെന്നൈ. പിന്നെ മലയാളത്തിൽ അത്ര ഒരു ഇൻഫ്ലുവൻസ് ഇല്ല ചെന്നൈയില്. ആൻഡ് 96 ഒരു 20 days I spent in Thrissur, ഒരു ക്ലോസ് ഫാമിലി ഫ്രണ്ടിന്റെ ഒരു ഫംഗ്ഷൻ. സമ്മർ ഹോളിഡേയ്സിൽ തൃശ്ശൂരിലാണ്. അപ്പോൾ ഒരു one day when I was walking, there was a tea stall. ആ കടയിൽ there was one song which played, and അത് എനിക്ക് I told my uncle, എനിക്ക് I want to learn this song. അതെന്താണ്? Your father sang that song also. 96. എന്നോടെന്ത് നീ പിണക്കം, ഇനിയുമെന്തിനാളെന്നോട് പരിഭവം, ഒരുപാടു നാളായി കാത്തിരുന്നു നീ ഒരു നോക്കു കാണാൻ
വന്നില്ല. ഗംഭീരം. ചന്ദനത്തെന്നലും പൂനിലാവും എൻ്റെ കരളിൻ്റെ നൊമ്പരം ചൊല്ലിയില്ലേ. ഇത് പിന്നെ ഓഫ് കോഴ്സ് everybody in South India, I think anybody who's listened to South film music will know Hisanas Abdullah, Pramadavanam. ഈ രണ്ട് പാട്ടാണ് എനിക്ക് I knew, that's it. But then yeah, then I started. കാർത്തിക് സിനിമകൾ കുറെ കാണാറില്ലേ? അപ്പോ മാരി സിനിമയെ കുറിച്ച് എന്താണ് അഭിപ്രായം? പറയൂ. വിജയ് ഇരിക്കുമ്പോ തന്നെ മാരി സിനിമയെ കുറിച്ച് മാത്രം കാർത്തിക് കണ്ടിട്ടില്ല. പറയൂ. വിജയ് നല്ല സിംഗറാന്ന് നമുക്കറിയാം. മാരി സിനിമ കണ്ടിട്ട് I realized Vijay is naughty. കിട്ടിയില്ല, മറുപടി കിട്ടിയില്ല, കൊടുത്ത് മേടിച്ചില്ല ശരിക്കും. വേണ്ടായിരുന്നു. സോ അഭിനയത്തെ കുറിച്ച് പറയാം. ആൻഡ് ധനുഷിന്റെ കൂടെ തന്നെയായിരുന്നു ആക്ട് ചെയ്തത്, വില്ലനായിട്ട് വരുന്നു. ആൻഡ് തമിഴിലെ മാസ് മൂവി അതൊക്കെ എല്ലാവരും കുറെ കേട്ടിട്ടുള്ളതാണല്ലോ. നമ്മള് ഈ പറഞ്ഞ പോലെ ഇന്ന് നമ്മളിപ്പോ ഇവിടെ വന്നത് ഈ പ്രോഗ്രാമിന്റെ കാര്യം സംസാരിക്കാണല്ലോ. സോ അത് അടുത്ത പ്രാവശ്യം നമ്മൾ ഇനി അടുത്ത പടത്തിനെ പറ്റിയൊക്കെ സംസാരിക്കാൻ വരുമ്പോൾ അപ്പൊ നോക്കാൻ അപ്പൊ സംസാരിക്കാം. ഇപ്പൊ ഒരു ഗായകനായിട്ട് MJCയുടെ കൂടെ വന്നിരിക്കുന്നതുകൊണ്ട് നമുക്ക് അതിനെ ഫോക്കസ് ചെയ്ത് നമുക്ക് മാരിയിൽ അഭിനയിച്ച കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം. അത് മാത്രമല്ല, ഈ ഗായകൻ എന്നുള്ള രീതിയിൽ പറയുമ്പോഴാണ് ഒരു എന്താണ് പാടുന്ന പാട്ടുകളെല്ലാം സൂപ്പർ ഹിറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ കോഹിനൂറിലെ പാട്ടായാലും ശരി, അത് കഴിഞ്ഞ് പ്രേമത്തിലെ മലരേ എന്നുള്ള പാട്ടായാലും ശരി, ഇപ്പോൾ ജോസഫിലെ പൂമുത്തോളയായാലും ശരി, ഇപ്പോൾ വിജയ് യേശുദാസിന്റെ ഒരു പാട്ട് വരുന്നത് കേൾക്കുമ്പോൾ നമ്മൾ റേഡിയോയിൽ പ്ലേ ചെയ്യാനായിട്ട് നമുക്കൊരു ഇൻട്രസ്റ്റ് ആണ്. കാരണം ഇത് ഹിറ്റ് ലിസ്റ്റിൽ ഇടം പിടിക്കും എന്നുള്ള ഒരു പ്രതീക്ഷ നമുക്ക് ഓൾറെഡി വന്നു കഴിഞ്ഞു. അത് ആൾക്കാരുടെ എന്താ പറയാ, ഹോപ്പ്ഫുള്ളി അവരുടെ എന്താ പറയാ അറ്റൻഷൻ സ്പാൻ, ഞങ്ങളിപ്പോ അതിനെപ്പറ്റി പറഞ്ഞോണ്ടിരിക്കുന്നു. അറ്റൻഷൻ സ്പാൻ പോണവരെ, അതുപോലെ തന്നെ ആ പടത്തിന്റെ ഹിറ്റ് ആവുന്നു, അല്ലെങ്കിൽ ആ പടത്തിൽ നല്ലൊരു പ്ലേസ്മെന്റ് ആ സോങ്ങിന് കിട്ടുന്നു, എല്ലാം ഇറ്റ് ഓൾ പ്ലേസ് എ പാർട്ട്. അത് നമ്മുടെ കൺട്രോളല്ല. നമ്മൾ പാടുമ്പോൾ നമ്മൾ ഇതൊന്നും വിചാരിക്കുന്നില്ല. മലരെയൊക്കെ പാടുന്നത്, ഞാൻ പാടുമ്പം ഒരു 4 സോങ് ആ ദിവസം തന്നെ ഞാൻ റെക്കോർഡ് ചെയ്തിരുന്നു. അതിൽ 2ാമത്തെ 3ാമത്തെ സോങ് ആയിരുന്നു മലരെ. അപ്പൊ എനിക്ക് അതിന്റെ ആ റെക്കോർഡിങ് ജസ്റ്റ് ഓർമ്മയുണ്ട്. പക്ഷെ പിന്നെ അത് വന്ന് അത് ഇത്രയും ഒരു ഇതായിട്ട് വന്നത് ഇസ് ബിക്കോസ് ഓഫ് ദ വേ ഇറ്റ് വാസ് റിലീസ്ഡ്. അത് ഓഡിയോയിൽ ആദ്യം ഇല്ലായിരുന്നു, പടത്തിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അതിനു വേണ്ടി തന്നെ ആ പാട്ട് കേട്ടപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ഒരു ക്രേസ് വന്നു. ആൾക്കാർ അതിനുവേണ്ടി സിനിമ കാണാൻ പോയി. അതൊക്കെ ഒരു മാർക്കറ്റിംഗ് ടെക്നിക്ക് ആയിരുന്നായിരിക്കും ചിലപ്പം, അല്ലെങ്കിൽ ചിലപ്പോൾ കോയിൻസിഡൻസ് ആയിരിക്കും, ഐ ഡോണ്ട് ഈവൻ നോ. ഞാൻ പറഞ്ഞ അപ്പൊ അതൊക്കെയാണ് വർക്ക്ഔട്ട് ആയത്. അതൊക്കെ ഇപ്പൊ പൂമുത്തോളെ തന്നെ ഇഫ് യു ലുക്ക് അറ്റ് ഇറ്റ്, ഞാൻ മാത്രമല്ലാണ്ട് കുറെ പേരെ കവർ വേർഷൻ വെച്ചിട്ട് പാടിച്ചു. ആ ഒരു മാർക്കറ്റിംഗ് ആയിട്ടാണോ അതോ അതും എന്നോ എന്തോ ഒരു രസത്തിന് വേണ്ടി മധുവേട്ടൻ തൊട്ട് എത്രയോ ഗായകർ ചുമ്മാ ഒന്ന് മൂളിപ്പാട്ട് പോലെ അതിങ്ങനെ പാടി ഒരു വീഡിയോ ഒക്കെ അവർ പോസ്റ്റ് ചെയ്തോണ്ടിരുന്നു. പിന്നെയാണ് എത്രയോ പടത്തിന് റിലീസാവണമെന്ന് കുറച്ച് മുമ്പാണ് എൻ്റെ ആ സോങ് വീഡിയോ ഇറക്കുന്നത്. അപ്പൊ അവിടുന്ന് പിന്നെ അത് ക്ലിക്കായ. സോ ഇറ്റ്സ് ഓൾ അബൌട്ട് ഹൗ. പക്ഷെ ഈ പറഞ്ഞ പോലെ അവസാനം നമ്മൾ എത്ര പുഷ് ചെയ്താലും എത്ര മാർക്കറ്റ് ചെയ്താലും ആൾക്കാർക്ക് കേട്ട് ഇഷ്ടപ്പെടണം. പാടുമ്പോ ഒരു സംതൃപ്തി ഉണ്ടാവുമല്ലോ ഈ പാട്ട് നല്ല. അത് നമ്മള് ഒരു കണക്കിന് ഏകദേശം 90% ഓഫ് ദ സോങ്സ് നമ്മൾ പാടുമ്പം ഒരു കണക്കിന് നമ്മൾ ഫുള്ളായിട്ട് നമ്മുടെ സൈഡിൽ നിന്ന് നമുക്ക് സാറ്റിസ്ഫാക്ഷൻ വരുന്ന അത്രയും നമ്മൾ പാടും. പക്ഷെ ആഫ്റ്റർ ദാറ്റ് അവർക്കും എത്ര വേണം, എത്ര മതി, അല്ലെങ്കിൽ ഇനിയും വേണം എന്നൊക്കെ ഉള്ളതും കൂടെ ഉണ്ട്. സോ അത് നമ്മുടെ മാക്സിമം നമ്മുടെ 100% നമ്മൾ കൊടുക്കും. ദെൻ ഇറ്റ്സ് ഓൾ അബൌട്ട് അതെങ്ങനെ മിക്സ് ചെയ്ത് വരും, എങ്ങനെ അത് ആ ഒരു സിനിമയിൽ വരും, അത് സക്സസ്ഫുൾ സോങ്ങിന്റെ കൂടെ മാത്രമല്ല ഫിലിമും സക്സസ് ആവുമോ. ചിലപ്പോൾ നല്ല സോങ് ആയിരിക്കും, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് എത്രയോ സോങ്സ് ഉണ്ട്, അത് പടത്തിൽ വന്നു പോകുന്ന അറിയില്ല, പടവും വന്നു പോകുന്ന അറിയില്ല. അപ്പോൾ യു ഫീൽ ബാഡ് സംടൈംസ്. പക്ഷെ പിന്നെ നമ്മൾ യു റിയലൈസ് കീപ് ഗോയിങ്. ഇനി വിജയ് പാടണം എന്ന് പറഞ്ഞിട്ടൊക്കെ മെസ്സേജ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ നല്ല പാട്ടാണ് എങ്കിലും ഒരു പാട്ട് ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് എന്ത് പാടാം? എനി റിക്വസ്റ്റ്? എന്തെങ്കിലും റിക്വസ്റ്റ് ഉണ്ടോ? പൂമുത്തോള ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പറയുന്നു വിചാരിച്ചു. അതെ, കാർത്തിക് സജസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന അവർക്ക് സജസ്റ്റ് ചെയ്യാം ഏതൊക്കെ പാട്ടുകൾ പാടണം എന്നുള്ളത്. പെട്ടെന്ന് എന്നെ മെസ്സേജ് അയച്ചോളൂ. തൂമഞ്ഞു വീണ വഴിയേ, എനിക്ക് വാക്കുകൾ പറഞ്ഞ അഴകേ, ഇനി എന്നും
അത്രേ അറിയുള്ളൂ. എനിക്ക് ട്യൂൺ ഓർമ്മയുണ്ട്, പക്ഷെ ലിറിക്സ് ഓർമ്മയില്ല. സ്റ്റേജുകളിൽ പോകുമ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ പാടിപ്പിച്ച അത് പാടിയിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞ് പാടിപ്പിക്കുന്ന പാട്ട് ഏതാണ്? ഇതുവരെ അങ്ങനെ 2-3 പ്രാവശ്യം ഒന്നും പഠിപ്പിച്ചിട്ടില്ല. അത് മര്യാദയ്ക്ക് പാടിയിട്ടൊക്കെ പോയാൽ മതി എന്നൊക്കെ പറഞ്ഞു. എന്നാലും എനിക്ക് തോന്നുന്നു പൂമുത്തോളയും ഈ മലരയൊക്കെ ആയിരിക്കും അല്ലേ? ഇപ്പോഴും വളരെ ആൾക്കാർ കേൾക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളത് വളരെ അത്ഭുതമാണ് എനിക്ക്. എന്നാണ് പക്ഷേ ഇപ്പോഴും മലരെ കേൾക്കുന്നുണ്ട്, പൂമുത്തോളെ ഇപ്പോൾ കേട്ടോണ്ടിരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നിരവധി ഗാനങ്ങൾ തന്നെ നമുക്ക് കാർത്തിക് സമ്മാനിച്ചിട്ടുണ്ട്. ആൻഡ് ജർമ്മനിയിലെ ലാസ്റ്റ് ഷോനെ കുറിച്ച് പറയുകയാണെങ്കിൽ കാരണം കുറേ അധികം സ്റ്റേജ് ഷോസ് ഒക്കെ ചെയ്യുന്നതാണ്. അപ്പം എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു ജർമ്മനിയിലെ ഷോ ആയിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നത്? ക്രേസി ഷോ ഇറ്റ് വാസ്. ഒരു ജർമ്മനിയിലെ ഓബർഹാസൻ ഒരു ഇടத்துல ഡുസൽഡോർഫ് പക്കത്തിൽ ഒരു ഷോ ആണ്. Mad. It was, okay. ഒന്നും പറഞ്ഞിട്ടില്ല. I mean, in the sense, I can't say anything. Crazy crowd and and I also find this in when I perform for Malayali audience. I want to say this. Trivandrum, Cochin, wherever I perform, or for any Malayali audience, they are one audience to whom you can play anything. ഏതാണ് ലാംഗ്വേജ് കുഴപ്പമില്ല, എനി ജോൺറ ഇറ്റ്സ് ഓക്കെ, ഫ്യൂഷൻ ഇസ് ഓക്കെ, ഫിലിം ഇസ് ഓക്കെ, പുതിയ പാട്ടാണ് പഴയ പാട്ടാണ്, എനിത്തിങ് ഇസ് ഓക്കെ. സോ ഇത് ഓൾവേസ് we always look forward to playing for Malayali audience and Germany was beautiful. ഓക്കെ, ഉറപ്പായിട്ടും ആ ഒരു ഷോന്റെ മേലെ നിൽക്കുന്ന ഷോ ആയിരിക്കും നാളെ നടക്കുക എന്നുള്ള കാര്യത്തിൽ നമുക്കൊരു ഉറപ്പ് തരാം. ഈ കേൾക്കുന്നവരൊക്കെ നാളെ വന്നാൽ തീർച്ചയായിട്ടും ഇവിടെ എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുകയാണ് ഈ ഒരു ഷോയ്ക്ക് വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഇവരാരും അറിയില്ല എത്ര നല്ലൊരു ഷോ ആയിരുന്നു. അല്ല, അത് ഉറപ്പായിട്ടും അതായിരിക്കും. കാരണം നമുക്കറിയാലോ ഖത്തർ മലയാളികൾ എന്ന് പറയുമ്പോൾ എല്ലാ തരത്തിലുള്ള എല്ലാ കലാകാരന്മാരെയും ഒരുപാട് ഇഷ്ടപ്പെടുന്നവരാണ്. നമ്മുടെ സപ്പോർട്ട് നമുക്ക് അത്രേ ഉള്ളൂ. പിന്നെ എസ്പെഷ്യലി നമുക്ക് നന്ദി പറയേണ്ടത് നിങ്ങളുടെ അടുത്തും ഫോം ഖത്തർ ആൻഡ് ചാമ്പ് ലൂബ്രിക്കൻസ് ആൻഡ് എല്ലാ സ്പോൺസേഴ്സ്, ബാക്കി എല്ലാ സ്പോൺസേഴ്സിനും ഫോർ ബ്രിങ്ങിങ് അസ് ഹിയർ ഒരിക്കൽ കൂടി. പിന്നെ നമ്മുടെ ജയേട്ടന് പ്രത്യേകിച്ച് നന്ദി ഫോർ ബ്രിങ്ങിങ് അസ്, ഞങ്ങളെ ഒക്കെ ഒരുമിച്ച് കൊണ്ടുവരാൻ. സോ അത് സോ വി വെയിറ്റിംഗ് ഫോർ ടുമോറോ. ഇവിടെയുള്ള ദോഹയിലുള്ള ശരിക്കുള്ള മ്യൂസിക് ലവേഴ്സ്, അതും ജയേട്ടൻ്റെ പാട്ടിൽ മാത്രമല്ല ഞങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവർ നാളെ എത്തുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അവരെ കാണാൻ ഞങ്ങൾ കാത്തിരിക്കുന്നു. ഞങ്ങൾ ഇനി പോയി റെസ്റ്റ് ചെയ്യാൻ പോകണം. തീർച്ചയായിട്ടും നമ്മളെല്ലാവരും പറഞ്ഞ പോലെ തന്നെ എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ തന്നെയാണ് ടിക്കറ്റ്സ് എല്ലാം തന്നെ ഉള്ളത്. ആൻഡ് ചാമ്പ് ലൂബ്രിക്കൻസ് മഞ്ഞണി പൂനിലാവാണ് ഡിസംബർ 12-ാം തീയതി നമ്മുടെ അൽ അറബി സ്പോർട്സ് ക്ലബിൽ വോളിബോൾ ഇൻഡോർ ഹാളിൽ വെച്ചിട്ട് അരങ്ങേറുന്നതും. സോ എല്ലാവരെയും നമുക്ക് സ്വാഗതം ചെയ്യാം. എല്ലാവരും സ്വാഗതം. അപ്പോൾ ഈ സാധാരണഗതിയിൽ നമ്മൾ സ്കൂൾ വിടുന്നതിന് മുൻപ് ദേശീയഗാനാണല്ലോ, അതുപോലെ നിങ്ങൾ അതല്ല ഉദ്ദേശിച്ചത്. അതായത് നിങ്ങൾ രണ്ടുപേരും കൂടെ ഒരു പാട്ട് പാടിയിട്ടാണ് നമ്മൾ ഇന്നത്തെ ഇവിടുത്തെ സ്കൂളൊക്കെ വിടുന്നത്. രണ്ടുപേരും കൂടെ ഒരുമിച്ച് ഒരു കിടലൻ പാട്ട് സ്കൂള് വിടുമ്പോ അല്ല, അത് തിരിച്ചുവിടും. ഞാനിതൊരു ഉപമ ആണ് ഒരു പാട്ട്. ആ പാട്ടോടുകൂടി തന്നെ നമുക്ക് ഈ ഒരു ലൈവ് അവസാനിപ്പിക്കാം. പ്രമദവനം വീണ്ടും ഋതുരാഗം ചൂടി, പ്രമദവനം വീണ്ടും ഋതുരാഗം ചൂടി, ശുഭസായാനം പോലെ, ശുഭസായാനം പോലെ, തെളിദീപം കളിനിഴലിൻ കൈക്കുമ്പിൾ നിറയുമ്പോൾ പ്രമദവനം വീണ്ടും ഋതുരാഗം ചൂടി. അടിപൊളി, സൂപ്പർ. എന്തായാലും ഒരുപാട് സ്നേഹം സന്തോഷം. ഞങ്ങളുടെ റേഡിയോ മലയാളം 98.6 ഈ സ്റ്റുഡിയോയിൽ വന്നിരുന്ന എല്ലാവർക്കും, ഞങ്ങളെ ഇങ്ങനെ ചുറ്റിനും നിന്ന് ഇങ്ങനെ നോക്കുന്ന കാണുന്ന എല്ലാവർക്കും വളരെ നന്ദി. എല്ലാവർക്കും നന്ദി. താങ്ക് യു റേഡിയോ മലയാളം 98.6. And once again wishing Jayetan fantastic 25 years of music. Yes, thank you for bringing us here. All the best. Thanks. So tickets എല്ലാം തന്നെ ഉറപ്പാക്കിക്കോളൂ. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 55293853 or
33220012 ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ടിക്കറ്റ്സ് എല്ലാം തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഉറപ്പാക്കാൻ പറ്റുന്നതായിരിക്കും. അത് മാത്രമല്ല നാളെ 6 മണിക്ക് തന്നെ ഗേറ്റുകളെല്ലാം ഓപ്പൺ ആകും. അപ്പോൾ Yes. നേരത്തെ തന്നെ എത്തിക്കോളൂ. 7 മണിക്ക് കൃത്യം 7 മണിക്ക് തന്നെ മഞ്ഞണിപ്പൂ നിലാവിലൂടെ ഹൃദ്യമായ പാട്ടുകൾ നമ്മൾ ആസ്വദിക്കാൻ പോകുന്നു. നമ്മുടെ പ്രിയപ്പെട്ട ഗായകർ, നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവർ തന്നെയാണ് വന്നിരിക്കുന്നത്. നമ്മുടെ എല്ലാവരുടെയും ദോഹ മലയാളികളുടെ എല്ലാവരുടെയും സപ്പോർട്ടും സ്നേഹവും നമുക്ക് നാളെ അറിയിക്കണം അല്ലേ? തീർച്ചയായിട്ടും. അപ്പൊ നല്ലൊരു കൈ അടിച്ചിട്ട് നമുക്കത് താങ്ക് യു.